എല്ലാവർക്കും TR ലേണിംഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പത്രങ്ങളും അവയുടെ സ്ഥാപകരെയും പഠിക്കാം. ആദ്യത്തേതാണ് ലീഡർ. ലീഡർ എന്ന പത്രം ആരംഭിച്ചതാണ് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പത്രമാണ് ലീഡർ. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ലീഡർ ആവാൻ ഒരു മോഹമുണ്ടെന്ന് ഓർത്താൽ മതി. ലീഡർ ആവാൻ മോഹമുണ്ട്. അവിടെ മോഹം എന്ന് പറയുന്നത് മോഹൻ, മദൻ മോഹൻ മാളവ്യയുടെയാണ് മോഹൻ. അപ്പോൾ ലീഡർ എന്ന പത്രം ആരംഭിച്ചതാണ് മദൻ മോഹൻ മാളവ്യ. അടുത്തതാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ വിളംബരം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നാഷണൽ ഹെറാൾഡ് നമ്മുടെ ദേശത്തിന്റെ ഒരു വിളംബരം, അത് എപ്പോഴും പ്രഖ്യാപിക്കുന്നത് അതിന് അധികാരപ്പെട്ട ഒരാളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചിരിക്കുന്നത്. അടുത്തതാണ് ദ ബംഗാളി. ദ ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി. അത് ഓർക്കാനായിട്ട് ബംഗാളി ബാനർജി എന്ന് ഓർത്താൽ മതി. ദ ബംഗാളി എന്ന പത്രം ആരംഭിച്ചതാണ് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി ബാനർജി. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ദ ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. അടുത്താണ് നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്ന പത്രം ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് നാഷണൽ പേപ്പറും ഇന്ത്യൻ മിററും. അതായത് ദേവേന്ദ്രനാണ് ഇന്ത്യൻ മിററിനെ പറ്റി നാഷണൽ പേപ്പറിൽ എഴുതിയെന്ന് ഓർത്താൽ മതി. ദേവേന്ദ്രനാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മിറർ. ഇന്ത്യൻ മിററിനെ പറ്റി നാഷണൽ പേപ്പറിൽ എഴുതിയ വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ നാഷണൽ പേപ്പർ ആൻഡ് ഇന്ത്യൻ മിറർ എന്ന പത്രം ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത പത്രമാണ് ഹിന്ദു സ്വദേശി മിത്രം. ഹിന്ദു എന്ന് പറയുന്ന പത്രവും സ്വദേശി മിത്രം എന്ന പത്രവും ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ജി സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം. അത് ഓർക്കാനായിട്ട് നമുക്ക് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സുബ്രഹ്മണ്യൻ എന്നു പേരുള്ള ഒരു മിത്രം ഉണ്ടായിരുന്നു എന്ന് ഓർക്കാം. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സുബ്രഹ്മണ്യൻ എന്നു പേരുള്ള ഒരു മിത്രം നമുക്കുണ്ട്. അപ്പോൾ ഹിന്ദു സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. അടുത്തതാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റ് ഹിക്കി ആണ്. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റ് ഹിക്കി. അത് ഓർക്കാനായിട്ട് ഈ ഗസ്റ്റ് തന്നെ നമുക്കിവിടെ അഗസ്റ്റ് അവിടുന്ന് കണക്ട് ചെയ്താൽ മതി. ബംഗാൾ ഗസറ്റ് അഗസ്റ്റ് ഹിക്കി. അടുത്താണ് കോംറേഡ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ് കോംറേഡ്. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ദ ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. നാഷണൽ പേപ്പർ ആൻഡ് ഇന്ത്യൻ മിറർ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. ഹിന്ദു സ്വദേശി മിത്രം പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റ് ഹിക്കിയാണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലി. അടുത്തതാണ് കർമ്മയോഗി. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച ആളാണ് അരബിന്ദോ ഘോഷാണ്. കർമ്മയോഗി ആരംഭിച്ചത് അരബിന്ദോ ഘോഷ്. അതങ്ങനെ തന്നെ ഓർത്തു വയ്ക്കാം. അരബിന്ദോ ഘോഷ് ആരംഭിച്ച പത്രമാണ് കർമ്മയോഗി. അടുത്തതാണ് ബംഗാദർശൻ. ബംഗാദർശൻ ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ് ബംഗാദർശൻ. അത് നമുക്ക് ബംഗ എന്നുള്ളത് ബങ്കിം എന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബംഗ ബങ്കിം. ബംഗാദർശൻ ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്താണ് ബോംബെ ക്രോണിക്കിൾ. ബോംബെ ക്രോണിക്കിൾ ഉണ്ട്, ബോംബെ സമാചാരം ഉണ്ട്. ഇതിൽ ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്തയുടെയാണ് ബോംബെ ക്രോണിക്കിൾ. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്ത. അടുത്താണ് ബോംബെ സമാചാർ. ബോംബെ സമാചാർ പത്രം ആരംഭിച്ചത് ഫർദുൻജി മസ്ബാൻ.
ബോംബെ സമാചാർ ആരംഭിച്ചത് ഫർദുൻജി മസ്ബാന്റെ പത്രമാണ്. ബോംബെ ക്രോണിക്കിൾ ആണെങ്കിൽ ഫിറോസ് ഷാ മേത്ത, ബോംബെ സമാചാർ ആണെങ്കിൽ ഫർദുൻജി മസ്ബാന്റെ പത്രമാണ്. അടുത്താണ് ഷോം പ്രകാശ്. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് ഷോം പ്രകാശ്. അത് നമുക്ക് എപ്പോഴും ഈശ്വരന്മാരാണ് പ്രകാശം പരത്തുന്നത് എന്ന് വിചാരിക്കാം. ഇനി അതും അല്ലെങ്കിൽ വിദ്യാസമ്പന്നർക്കാണ് എപ്പോഴും പ്രകാശം പരത്താൻ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചാലും മതി. ഒന്നെങ്കിൽ ഈശ്വരന്മാരാണ് പ്രകാശം പരത്തുന്നത്, അല്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അതിൽ വിദ്യ എടുത്താലും നമുക്ക് വിദ്യ ഉള്ളവരാണ് പ്രകാശം പരത്തുന്നതെന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്താണ് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരംഭിച്ചത് 2 പേര് ചേർന്നാണ്, ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റുവും. അമൃത ബസാർ പത്രിക ആരംഭിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക ആരംഭിച്ചത്. അടുത്താണ് ഗ്യാൻ പ്രകാശ്, ഇന്ദു പ്രകാശ്. ഒരു വീട്ടിലെ 2 പേരാണെന്ന് വിചാരിച്ചാൽ മതി, ഗ്യാൻ പ്രകാശും ഇന്ദു പ്രകാശും. അവരാരുടെ മക്കളായിരുന്നു ചോദിച്ചാൽ ഗോപാൽ ഹരി ദേശ്മുഖിന്റെ 2 മക്കളായിരുന്നു ഗ്യാൻ പ്രകാശും ഇന്ദു പ്രകാശും. ഗ്യാൻ പ്രകാശ്, ഇന്ദു പ്രകാശ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖാണ്. അതും തൊട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു, ദ ബംഗാളി പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി, നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്നിവ 2 ആരംഭിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ഹിന്ദു സ്വദേശി മിത്രം പത്രങ്ങൾ ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റ് ഹിറ്റിയാണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലി. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ചത് അരവിന്ദോ ഘോഷാണ്. ബംഗാൾ ദർശൻ ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. ബോംബെ സമാചാർ ഫർദുൻജി മസ്ബാൻ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ്. ഗ്യാൻ പ്രകാശും ഇന്ദു പ്രകാശ് എന്നീ 2 പത്രങ്ങൾ ആരംഭിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. താങ്ക് യു.